ഓപ്ഷൻസിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, എന്തായാലും ചെറിയ മാറ്റം കാണാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഫുട് പ്രിന്റ് ചാർട്ടുകളെ കുറിച്ചാണ്. ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഫുട് പ്രിന്റ് ചാർട്ട് മനസ്സിലാക്കാനായിട്ട് വളരെയധികം സിമ്പിൾ ആണ്. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നതാണ്. നിങ്ങൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഫുട് പ്രിന്റ് ചാർട്ട് നിങ്ങൾ നോക്കേണ്ടത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുട് പ്രിന്റ് ചാർട്ട് നിങ്ങൾ നോക്കേണ്ടത് 1 മിനിറ്റ് ടൈം ഫ്രെയിം. ആദ്യമായിട്ട് നിങ്ങൾ ഓർഡർ ഫ്ലോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും കുറച്ച് നമ്പേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ നമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നത് സെല്ലേഴ്സിനെയും ബയേഴ്സിനെയുമാണ് കാണിക്കുന്നത്. ഓർഡർ ഫ്ലോയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചധികം ഐറ്റംസ് നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. പോയിന്റ് ഓഫ് കൺട്രോൾ എവിടെയാണ്, എക്സോസ്റ്റിംഗ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ഇംബാലൻസ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടേംസ് ആണ്. കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലായി വരത്തില്ല, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓർഡർ ഫ്ലോയിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചാർട്ടും നമ്പേഴ്സും അതേപോലെ തന്നെ വിവാപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് കാണാനായിട്ട് പറ്റുന്നതാണ്. ഓർഡർ ഫ്ലോ ചാർട്ട് വിവാപ്പിന് താഴെയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ ഡയറക്ഷൻ മൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓർഡർ ഫ്ലോ ചാർട്ട് വിവാപ്പിന് മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറന്റ് ഒരു അപ് ഡയറക്ഷൻ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓർഡർ ഫ്ലോയിലോട്ട് നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് വേറൊരു ഐറ്റം കാണുന്നതാണ് ഡെൽറ്റ ആൻഡ് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്താണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മണി എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം ഒരു സെന്റിമെന്റ് ഡൗൺ ഡയറക്ഷൻ ആണോ അപ് ഡയറക്ഷൻ ആണോ എന്നുള്ളതാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ നമ്മളെ ഇവിടെ കാണിക്കുന്നത്. ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിയുമ്പോഴത്തേക്ക് ആ ക്യാൻഡിലിനകത്ത് എത്രത്തോളം ബയേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എത്രത്തോളം സെല്ലേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. പോയിന്റ് ഓഫ് കൺട്രോൾ മനസ്സിലാക്കാനായിട്ട് വളരെയധികം സിമ്പിൾ ആണ്. ക്യാൻഡിൽ ഫോം ആകുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെക്ഷനാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സെക്ഷനകത്താണ് മാർക്കറ്റിൽ ഏറ്റവും അധികം ബയ്യറും സെല്ലറും അവിടെ ഫൈറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതേപോലെ എക്സോസ്റ്റിംഗ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചില സ്ഥലങ്ങളിൽ അതായത് ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ചില പോയിന്റുകളിൽ നിങ്ങൾക്ക് സീറോ എന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. അതാണ് എക്സോസ്റ്റിംഗ് സെക്ഷൻ. അതായത് ബയ്യറും സെല്ലറും ആ ഒരു ഏരിയയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇംബാലൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഓർഡർ ഫ്ലോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒരു ക്യാൻഡിലിനകത്തിലെ എന്താണ് സെന്റിമെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓർഡർ ഫ്ലോനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ വരുന്നതാണ്.